കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതില്ല. അവിടുത്തെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. 121 സംഘത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. 25 സങ്കീർത്തനത്തിൽ, ദൈവമേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തും. എൻ്റെ ദൈവമേ ഞാനൊരു നാളും ലജ്ജിച്ചു പോകുന്നു. മികാപ്രവചനത്തിൽ വായിക്കുന്നു, ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അടുത്തത്, യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ഉറപ്പുണ്ടാവണം, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഉത്തരം നൽകുന്ന ഒരുവനുണ്ട്, മറുപടി നൽകുന്ന ഒരുവനുണ്ട്, ശക്തീകരിക്കുന്നവനുണ്ട്. സ്തോത്രം ചെയ്യാം. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവം നാളെയും നമ്മുടെ ദൈവമാണ്. അനന്യനായ ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അനേക സാമ്രാജ്യങ്ങൾ മാറ്റപ്പെട്ടു, അനേക പ്രഗത്ഭർ ഈ ലോകത്തുനിന്ന് തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് മാറി. അനേക രാജ്യങ്ങൾ തകർന്നുപോയി, പക്ഷേ തകർന്നു പോകാത്ത, മാറ്റമില്ലാത്ത, സ്ഥിരതയുള്ള ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ സൗഖ്യമാക്കുന്നു, അയച്ച കാര്യം സാധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ഏത് കാര്യം ദൈവം ആഗ്രഹിക്കുന്നു, അയച്ചിട്ടുണ്ടോ, ഏത് കാര്യത്തിനായിട്ടാണ്, അതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യും. വചനത്തിൽ ആശ്രയിക്കണം. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ലജ്ജിച്ചു പോകുന്നില്ല. എന്നെ ചോദ്യം ചെയ്യുന്നവരോട് ഉത്തരം പറയാൻ എനിക്ക് പ്രാപ്തി നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കണം. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, അല്ലേ? ശക്തമായ ദൈവിക പ്രവൃത്തികൾ പ്രിയ സഹോദരങ്ങളെ ഇന്നുമുണ്ട്. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ ദൈവം കഴിവില്ലാത്ത ദൈവമാണോ? കാണാത്ത ദൈവമാണോ? കരുതാത്ത ദൈവമാണോ? കാക്കാത്ത ദൈവമാണോ? നമ്മുടെ ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കുന്ന ദൈവമാണ്. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സഹായിക്കുമെന്നും സാന്ത്വനവാക്ക് പറയുമെന്നും സാധ്യതകളൊക്കെ ഉണ്ടെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ച കാലഘട്ടങ്ങളിൽ അതൊക്കെ മാറിപ്പോയില്ലേ? പക്ഷേ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരുത്. മനുഷ്യൻ സാഹചര്യങ്ങൾ അനുസരിച്ച് വാക്ക് മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്നാണ്, അതിന് മാറ്റമില്ല. വേദനകളും സങ്കടങ്ങളും വരുമ്പോൾ മറ്റാർക്കും കൂടെ ഇറങ്ങി വരാൻ പറ്റില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഭൂമി മാറട്ടെ, പർവ്വതങ്ങൾ മാറട്ടെ, പക്ഷെ ദൈവം എൻ്റെ കൂടെയുണ്ട്.
കൂട്ടുകാരും കൂടപ്പുറപ്പുകളും ഒക്കെ മാറുമ്പോൾ മാറാത്ത ഒരുവൻ, മറക്കാത്ത ഒരുവൻ, മാർവിടത്തിൽ വഹിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ടെന്ന് ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയണം. വളരെ സുപരിതമായൊരു വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടാകും. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും സുവിശേഷവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്ന യോഹന്നാൻ അസ്തമിച്ചു എന്ന് ലോകം പറഞ്ഞു, തിരിച്ച് വരത്തില്ലെന്ന് പറഞ്ഞു, ശുശ്രൂഷ തീർന്നെന്ന് പറഞ്ഞു. ഇല്ല, തീർന്നു എന്ന് പറയുന്ന ഇടത്ത് നിന്ന് ലോകത്തെ അമ്പരപ്പിക്കുന്ന വെളിപ്പാടുമായി അടുത്ത ജനറേഷന് കൊടുക്കാൻ, സഭകൾക്ക് ദൂത് പകരാൻ യോഹന്നാനെ ഒരുക്കുന്നതായിരുന്നു ആ പത്മോസ്. പ്രിയ സഹോദരങ്ങളെ, ചിലതൊക്കെ ജീവിതത്തിൽ അടഞ്ഞു, ഇനിയും പുറത്തേക്ക് വരില്ല, വെളിച്ചം കാണില്ല എന്നാരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിൽ ഓർത്തോ, ഇതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. ആ പത്മോസിൽ കർത്ത ദിവസം വന്നപ്പോൾ യോഹന്നാൻ ആത്മാവിലായി, പരിശുദ്ധാത്മാവിലായി. പരിശുദ്ധാത്മാവ് മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തു. നീ ഒറ്റയ്ക്കല്ല, അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ആത്മാവ് നിയന്ത്രണം ഏറ്റെടുത്താൽ സ്വർഗം തുറക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഈ ഭൂമിയിലെ ഡോറ് ആരടച്ചോ, ഭാരപ്പെടരുതോ, ഇതാ സ്വർഗം തുറക്കുന്ന കാഴ്ചയാണ് യോഹന്നാൻ കണ്ടത്. ഭൂമിയിലെ ഡോറടയുമ്പോൾ, കൊട്ടിയടയ്ക്കുമ്പോൾ ഭയപ്പെടരുത്. ഇപ്പുറത്ത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു ഡോറ് ഉയരത്തിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം. യോഹന്നാൻ തിരിഞ്ഞു നോക്കി. ഈ മഹാനാദം എന്തെന്നറിയാൻ ഒന്നുമല്ല എൻ്റെ വിഷയം. എന്നിട്ട് നോക്കിയപ്പോൾ കണ്ടത് വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച് വെള്ളോടിന് സദൃശ്യവും അവൻ്റെ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ശബ്ദം. ഇതിനു മുമ്പ് യോഹന്നാൻ യേശുവിനെ കണ്ടു. ക്രൂശീകരണ സമയത്ത് കണ്ടാൽ ആളറിയാതെ വണ്ണം വിരൂപമായ എൻ്റെ യേശു. കണ്ടാലൊരു മനുഷ്യനാണെന്ന് പോലും തിരിച്ചറിയില്ല. രക്തം ധാരധാരെ ഒഴുകുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് കരഞ്ഞ് പിതാവിനോട് യാചിക്കുന്ന യേശു. തലയിൽ മുൾക്കിരീടം ആഞ്ഞടിക്കപ്പെട്ട, തിരുശരീരം കീറി മുറിക്കപ്പെട്ട, മുഖം തുപ്പലിനും നിന്നയ്ക്കും ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്നത് അവൻ്റെ തലയിൽ മുൾക്കിരീടമല്ല, തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം. അത് അധികാരത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത്. കണ്ടോ? ഹല്ലേലൂയ. അടുത്ത് നോക്കൂ. കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളമാണ്. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കാൻ, കരിക്കേണ്ടതിനെ കരിക്കാൻ, ഉരുക്കേണ്ടതിനെ ഉരുക്കാൻ ആ കാലുകൾക്ക് കഴിയും. ക്രൂശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നലറിക്കരഞ്ഞു വേദന കൊണ്ട് പിടഞ്ഞ എൻ്റെ യേശുവിൻ്റെ ശബ്ദം. ഇവിടെ നോക്കൂ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം. ഈ കാഴ്ച കണ്ട യോഹന്നാൻ മരിച്ചവനെ പോലെ എൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വീഴുക. അതാണ് നമ്മുടെ കുറിവാക്യം. യേശുവിൻ്റെ കാൽക്കൽ, യേശുവിൻ്റെ ആ പ്രസൻസിൻ്റെ മുമ്പിൽ വീഴുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വീഴുന്നവനെ തലോടുന്നവൻ, തൊടുന്നവൻ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണം. ഈ പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീഴുന്നവരെ
തൊടുന്ന, എഴുന്നേൽപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് യോഹന്നാനോട് പറയുക, ഞാൻ മരിച്ചവനെ പോലെ അവിടുത്തെ കാൽക്കൽ വീണു എന്നാണ് അവിടെ എഴുതിയിരിക്കുക. എന്നാൽ യോഹന്നാനോട് കർത്താവ്, യോഹന്നാനെ, ഇല്ല, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നോക്കൂ, ഡൊമിഷ്യൻ്റെ കയ്യിലല്ല, നിന്നെ ഇവിടേക്ക് ഇട്ടവൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. ഞാൻ അറിയാതെ നിനക്കൊന്നും സംഭവിക്കില്ല. നീ ഇവിടെ തകരില്ല, നീ ഇവിടെ തീരില്ല, നീ ഇവിടെ ഇല്ലാതാവില്ല. നിന്നെക്കൊണ്ട് ശ്രേഷ്ഠകരമായ ചിലത് കാണിച്ചെഴുതിച്ച് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിൻ്റെ കർത്താവ് ആരെന്ന് തെളിയിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട കേട്ടോ. ഇന്ന് പകൽ തീർന്നു എന്ന് പറയുന്ന ഇടത്ത് അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ആത്മാവിൽ ശക്തീകരിക്കാൻ, അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ, ദൈവകൃപയിൽ നയിക്കാൻ ദൈവാത്മാവിന് ഇന്നും പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അടയ്ക്കുന്നവൻ, തുറക്കുന്നവൻ, പ്രൈസ് ഗോഡ്, ജീവിപ്പിക്കുന്നവൻ ഇന്ന് പകൽ നിങ്ങളോട് കൂടെയുണ്ട്. യോഹന്നാൻ അവിടെ എഴുന്നേൽക്കുകയാണ്. ഈ പകൽ വീണവരെ എഴുന്നേൽപ്പിക്കുന്നവൻ, കവിണ്ണ് വീണവരെ മുട്ടുകുത്തിയവരെ ശക്തീകരിക്കുന്നവൻ, കരഞ്ഞവരെ ബലപ്പെടുത്തുന്നവൻ, അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞിട്ട് പറ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, തുറക്കുന്നവൻ, വിളിച്ചു വരുത്തുന്നവൻ, നിർമ്മിക്കുന്നവൻ, നിവർത്തുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ഏത് പത്മോസ് വന്നാലും ഞാൻ തളരില്ല. അതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയോർത്ത് ഞാൻ അവിടുത്തേക്ക് മഹത്വം കരയറ്റുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവരെ സഹായിക്കാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവരെ ശക്തീകരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയിന്മേൽ അധികാരമുള്ളവൻ, ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് അറിയാതൊന്നും സംഭവിക്കില്ല. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സകല നിയന്ത്രണവും ഏറ്റെടുക്കുന്ന ദൈവം, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം, ഞങ്ങളെ കാക്കുന്ന ദൈവം, മയങ്ങാത്ത ദൈവം, ഉറങ്ങാത്ത ദൈവം, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഉദഗാത്രത്തിൽ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ, പുസ്തകം അതിൻ്റെ 7 മുദ്രയെ പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നിരിക്കാൻ സ്തോത്രം. വിടുതലുകൾ നൽകിയിരിക്കാൻ, സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം. ഭയങ്ങളെ എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തി ആദരിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കവിണ്ണ് വീഴുന്നവരെ ടച്ച് ചെയ്യുന്ന ഒരു കർത്താവ്, എഴുന്നേൽപ്പിക്കുന്നവൻ, അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരുന്നവൻ, അവരെ ബലപ്പെടുത്തുന്നവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബെഞ്ചമിൻ.